സാൽവേഷൻ അല്ലെങ്കിൽ സൊറ്റീരിയോളജി നമ്മൾ വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, ഈ പറയുന്ന മറ്റ് പല ഡോക്ട്രിൻസ് എല്ലാം ചേർന്നതാണ് ഈ സൊറ്റീരിയോളജി, ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാശാസ്ത്രം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തിനാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് EGM ഈ ഒരു സബ്ജക്റ്റ് എടുത്തത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ഒരു പഠനത്തിലൂടെ ഞാനിങ്ങനെ കുറിച്ചു വെക്കുകയായിരുന്നു, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കേണ്ടത്. ഒന്ന്, ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ ഹിസ് ഓർ ഹെർ പേഴ്സണൽ സാൽവേഷൻ. നമ്മുടെ തന്നെ വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. ഇന്ന് പലപ്പോഴും ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി മച്ചുവേർഡ് ക്രിസ്ത്യൻസ് ആണ് ഇതിനകത്തിരിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ നമ്മുടെ ഒരു വിശ്വാസ സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു എപ്പിസ്കോപ്പൽ സഭകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ, മർത്തോമ, CSI, യാക്കോബ, ഓർത്തഡോക്സ്, ഇവാഞ്ചലിക്കൽ, അങ്ങനെ നമ്മുടെ എപ്പിസ്കോപ്പൽ സഭയിൽ ഒരു ഭൂരിഭാഗം ആളുകളോടും ഒന്ന് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമുക്കറിയത്തില്ല. ഇനി രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉറപ്പ് നമുക്കില്ല. ഞാൻ എത്രയോ പേരോട് സംസാരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അങ്ങനെ പറയാമോ എന്ന് വരെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു പൈതലാണ്, അതിൻ്റെ ഒരു ഉറപ്പുണ്ടെന്ന് പറയാൻ പോലും വയ്യാത്ത ഒരവസ്ഥ വളരെയധികമുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. കാരണം ഇനി നാം ഓരോരുത്തരും അനേകരുമായി ഈ സുവിശേഷം പങ്കുവെക്കുമ്പോൾ, ഏത് സുവിശേഷവും നമ്മുടെ ഏത് സാക്ഷ്യവും അത് നയിക്കേണ്ടത് ഒരു വ്യക്തിയുടെ രൂപാന്തരത്തിലേക്കും അതോടൊപ്പം രക്ഷയിലേക്കുമാണ്. ആ രക്ഷയുടെ ഉറപ്പ് ലഭിക്കുന്നതായ ഒരു പഠനമായി ഇത് തീരണം. രണ്ട്, ടു റിജോയ്സ് ഇൻ ദ ബെനഫിറ്റ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് സാൽവേഷൻ. ഈ പഠനത്തിലൂടെ രക്ഷയുടെ അനുഗ്രഹവും രക്ഷയുടെ ആനുകൂല്യങ്ങളും, ബെനഫിറ്റ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് സാൽവേഷൻ, അതിൽ സന്തോഷിക്കുവാൻ, അതിൽ ആനന്ദിക്കുവാനായിട്ട് സാധിക്കണം. ടു റിജോയ്സ് ഇൻ ദ ബെനഫിറ്റ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് സാൽവേഷൻസ്. മൂന്ന്, അത് വളരെ നേരത്തെ പത്തായി സാറ് പറഞ്ഞ ഒരു കാര്യമാണ്, ടു ഡിസ്കസ് ദി എറേഴ്സ് പ്രൊപ്പഗേറ്റഡ് ബൈ ദി കൾട്സ് ആൻഡ് ഫോൾസ് ടീച്ചേഴ്സ് റിഗാർഡിംഗ് സാൽവേഷൻ. രക്ഷയെക്കുറിച്ച് ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ ക്ലാസ്, ഇന്നത്തെ ദൈവവചന പഠനം ഇടയായി തീരണം. അവസാനമായി, ടു ഗ്ലോറിഫൈ ജീസസ് ക്രൈസ്റ്റ്, who is the author and the finisher of our salvation. നമ്മുടെ രക്ഷ, അതിൻ്റെ കാരണഭൂതനും അതിനെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നവനുമായ നസ്രന യേശുവിനെ ആരാധിക്കാനുള്ള ആരാധനയിലേക്ക് ഈ പഠനം നമ്മെ നയിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ രക്ഷ ഉറപ്പാക്കണം. ആ രക്ഷയുടെ ആനുകൂല്യങ്ങളിലും അതിൻ്റെ അനുഭവങ്ങളിലും സന്തോഷിപ്പാനിടയായി തീരണം. ഈ രക്ഷയെക്കുറിച്ചുള്ള തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. അവസാനമായി, രക്ഷയുടെ കാരണഭൂതനും അതിനെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവായ യേശുവിനോടുള്ളതായ സ്നേഹവും ഡിവോഷനും വർദ്ധിക്കണം. ഇതാണ് ഇന്നത്തെ പഠനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കേണ്ടത്. ആരംഭിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് ചിന്തിക്കുകയായിരുന്നു. ഈ പഴയ ഉപദേശിമാരൊക്കെയും ദൈവദാസന്മാരൊക്കെയും അവർ വളരെ സിമ്പിളായിട്ട് സാൽവേഷൻ ഒരു ഡെഫിനിഷൻ പറയാറുണ്ട്. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ, ഇല്ലേ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അത് വളരെ വാസ്തവമാണ്. അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ. ഇവരാരും തിയോളജിക്കൽ കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരു കൊച്ചു നല്ലൊരു ഡെഫിനേഷനാണ് ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നുള്ളത്. എന്നാൽ സാൽവേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൊറ്റീരിയ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് സാൽവേഷൻ ഓർ ഡെലിവറൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. എബ്രായ ഭാഷയിൽ യേസ, YESA, യേസ എന്ന് നമ്മൾ വായിക്കാം. ഗ്രീക്കിലാണ് സൊറ്റീരിയ എന്നുള്ള വാക്ക് പദം വരുന്നത്. ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്. സാൽവേഷൻ
എൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഈസ് when God's love meets God's righteousness, that is called salvation. ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നീതിയുമായി ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് രക്ഷ. ദൈവത്തിന്റെ നീതി എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പാപികളാണ്. ആദാമിൽ നിന്ന് വന്നതായ പാപ സ്വഭാവമുള്ളതായ നാം ഓരോരുത്തരും പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും ആ പാപ ജഡ സ്വഭാവത്തിൽ ജനിച്ചവരാണ്. അതിൻ്റെ ശിക്ഷയായ മരണം, അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ശ്രമിച്ച ദൈവത്തിന്റെ സ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ God so loved the world that he gave his only begotten son, so that whoever believes in him will not perish but will have eternal life. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നീതിയോടും ചേർന്ന് നിൽക്കുമ്പോൾ അതാണ് രക്ഷയ്ക്ക് മുഖാന്തരമായിട്ട് തീരുന്നത്. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ടു റെഡീം എന്ന് വേണമെങ്കിൽ പറയാം, വീണ്ടെടുക്കുക. ടു റിക്കവർ എ പ്രോപ്പർട്ടി, ഒരു സ്വത്ത് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന ഒരു അനുഭവം. ടു പർച്ചേസ് ബാക്ക്, തിരിച്ച് വാങ്ങുന്ന, ഈ പറഞ്ഞതുപോലെ ഒരു ഏതെങ്കിലും പ്രോപ്പർട്ടി നഷ്ടമായത് തിരിച്ച് പണം കൊടുത്ത് വാങ്ങുന്ന, നമ്മൾ അതിന് റാൻസം, അതൊക്കെ വരുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്നതല്ല, നമുക്ക് ഏവർക്കും അറിയാം. ഈ രക്ഷയെക്കുറിച്ച് അതിന്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമത്തിൽ മോശയെ ദൈവം വിളിച്ച് ഇസ്രായേൽ മക്കളെ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതായ ഒരു ചിത്രം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ തൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് മോശയോട് കൽപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മനുഷ്യജാതിയെക്കുറിച്ച്, അവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ വലിയ ദൈവത്തിന്റെ പദ്ധതി സകല മനുഷ്യർക്കും കൂടെ കടന്നു വരികയാണ്. എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി? ദ പ്ലാൻ ഓഫ് സാൽവേഷൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം, ഒരു ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. ഫ്രം സ്ലേവറി ടു വർഷിപ്പ്, അടിമത്വത്തിൽ നിന്ന് ആരാധനയിലേക്ക്. ഫ്രം എ ഫോറിൻ ലാൻഡ് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്, ഒരു ഫോറിൻ ലാൻഡിൽ നിന്ന്, വിദേശ രാജ്യത്തിൽ നിന്ന് സ്വന്തം രാജ്യത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഇതായിരുന്നു മോശയോട് കൽപ്പിച്ച, അല്ലെങ്കിൽ മോശയ്ക്ക് ദൈവം നൽകിയതായ ദൗത്യം, ദ മിഷൻ. അപ്പോൾ ദൈവത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ അന്ന് പഴയ നിയമത്തിൽ ഈ സാൽവേഷന്റെ ഒരു ചെറിയ പിക്ചർ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായി ഇതാ ദൈവം മോശയോട് കൽപ്പിക്കാൻ, ദിസ് ഈസ് മൈ പ്ലാൻ ഫോർ മൈ പീപ്പിൾ, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ. അത് അവിടെ തുടങ്ങുകയാണ്. അതിന് മുൻപുണ്ട്, അല്ലെ ഞാൻ പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് അവിടെ കാണുകയാണ് പ്ലാൻ ഓഫ് സാൽവേഷൻ, നമുക്കത് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം, ഫ്രം സ്ലേവറി ടു വർഷിപ്പ്, ആൻഡ് ഫ്രം എ ഫോറിൻ ലാൻഡ് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. ഇത് കണ്ടിന്യൂ ചെയ്യാണ്. അന്ന് ഇസ്രായേൽ മക്കൾക്ക് ആണെങ്കിൽ സകല മനുഷ്യർക്ക് വേണ്ടി രക്ഷയുടെ പദ്ധതി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എന്താണ് ഈ രക്ഷ എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ അതിൻ്റെ 7 ആസ്പെക്റ്റുകൾ, 7 ആസ്പെക്ട്സ് ഓഫ് സാൽവേഷൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനത്തിലാണ് ഈ സാൽവേഷൻ, ഈ രക്ഷയെക്കുറിച്ചുള്ളതായൊരു നല്ലൊരു പിക്ചർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. എല്ലാ ലേഖനങ്ങളിലും ദൈവദാസന്മാര്, തിയോളജിയൻസ് പറയുന്നുണ്ട്, പൗലോസിന്റെ ലേഖനങ്ങളുടെ സത്ത എടുക്കുവാണെങ്കിൽ, if you take the whole volume of Paul's letters and confine them into 3 words, ഇതിനെല്ലാം എല്ലാ ലേഖനങ്ങളും എടുത്തുകൊണ്ട് അതിനെ ഒന്ന്
കൺഫൈൻ ചെയ്യണം, അതിന്റെ ജിസ്റ്റ് എടുക്കാമെങ്കിൽ അത് 3 വാക്കുകളിൽ നമുക്ക് അതിനെ പരിമിതപ്പെടുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 3 വാക്കുകൾ അതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. 1 ജസ്റ്റിഫിക്കേഷൻ, 2 സാങ്ക്ടിഫിക്കേഷൻ, 3 ഗ്ലോറിഫിക്കേഷൻ. ഇത് 3 രക്ഷയുടെ 3 അനുഭവങ്ങളാണ്. 3 അനുഭവങ്ങളാണ്. ജസ്റ്റിഫിക്കേഷൻ നീതീകരണം, സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം, ഗ്ലോറിഫിക്കേഷൻ തേജസ്കരണം. അപ്പോൾ അതുകൊണ്ട് ഇത് 3ഉം ഈ 3 അനുഭവങ്ങൾ, അതിലെ 7 ആസ്പെക്ട്സ് ഞാൻ വരുന്നുള്ളൂ, അതിലെ മേജർ 3 ആസ്പെക്ട്സ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. മറ്റെല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. എല്ലാ ലേഖനങ്ങളും പുതിയ നിയമത്തിൽ തന്നെ മുഴുവനായി ചിത്രീകരിക്കപ്പെടുന്നത് ഈ രക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൊറ്റീരിയോളജി ഓർ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ ഇസ് സോ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. എല്ലാ ഡോക്ട്രിൻസിനെയും കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് ഒരു വിധത്തിൽ ഈ രക്ഷ. കാരണം ദാറ്റ് ഈസ് ദ പ്ലാൻ ഓഫ് ഗോഡ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അറിവിലും ചിന്തകളിലും വെച്ചും ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബോധിപ്പിച്ചതുമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ അതിൽ ചില ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടായേക്കാം. എന്നാൽ ഞാൻ സാധാരണ പറയുന്നത് പോലെ, ഞാൻ ഒരു മർത്തോമക്കാരനാണെങ്കിലും എൻ്റെ പഠിപ്പിക്കൽ മർത്തോമയുടെ ബേസ് അല്ല. എൻ്റെ പഠിപ്പിക്കൽ മാറ്റമില്ലാത്ത ദൈവവചനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡിനോമിനേഷനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നേരത്തെ സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ മിനിസ്ട്രി തന്നെ ഒരു നോൺ ഡിനോമിനേഷനിലാണ്. അനേക ഡിനോമിനേഷനുകളിൽ ഞാൻ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് the basis of my teaching is nothing but the holy scripture. ദൈവവചനമാണ് ഈ പഠിപ്പിക്കലിന്റെ ആധാരം. So now look at the 7 aspects of salvation. 1 condemnation, ശിക്ഷാവിധി. That is the desperate need for salvation. The desperate need for salvation. അതാണ് condemnation. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാൻ പോവുകയാണ്. 2 ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്. 1 condemnation, അത് ശിക്ഷാവിധി, the desperate need for salvation. 2 ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്, the eternal plan for salvation, രക്ഷയുടെ നിത്യമായ പദ്ധതി. 3 റിഡംഷൻ, വീണ്ടെടുപ്പ്, the gracious provision for salvation, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ദൈവത്തിന്റെ പ്രൊവിഷൻ. 4 ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, the personal imputation of salvation. 5 sanctification, വിശുദ്ധീകരണം, the fruits of salvation. 6 regeneration and preservation, the eternal security of salvation. 7 glorification, തേജസ്കരണം, the future glory of salvation. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1 കണ്ടംനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധി, അത് സൂചിപ്പിക്കുന്നത് the desperate need for salvation, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു ആവശ്യം. 2 ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്, the eternal plan for salvation, രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ നിത്യമായ പദ്ധതി. 3 റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, the gracious provision for salvation, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പ്രൊവിഷൻ. 4 ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം, the personal imputation of salvation. അത് ഞാൻ ഇന്ന് വൈകിട്ടത്തെ ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. 5 സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം, the fruits of salvation, രക്ഷയുടെ ഫലങ്ങൾ എന്നുള്ളതാണ് സാങ്ക്ടിഫിക്കേഷൻ. 6 റീജനറേഷൻ ആൻഡ് പ്രിസർവേഷൻ, വീണ്ടും ജനനവും പ്രിസർവേഷൻ, അതിന്റെ നമ്മളെ സൂക്ഷിക്കുന്നതും. the eternal security of salvation കുറിച്ച് അത് പറയുകയാണ്. അവസാനമായിട്ട് 7ാമത് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം, the future glory of salvation. അപ്പോൾ ആദ്യം നമ്മൾ ഈ കണ്ടംനേഷനിലേക്ക് വരികയാണ്. the need for salvation. നമുക്കറിയാം, ഈ സൊറ്റീരിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഒരു ഡെലിവറൻസിനെ കുറിച്ച് പറയുകയാണ്. ഡെലിവറൻസ് ഫ്രം വാട്ട്? എന്തിൽ നിന്നാ നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യം, ഒരു വിടുതൽ ആവശ്യം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം. നമ്മളെല്ലാവരും അടിമകളാണ്. സ്ലേവറി ടു വർഷിപ്പ് നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊക്കെയും അടിമകളായിരിക്കുകയാണ്, പാപത്തിന്റെ അടിമകളാണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. മാത്രമല്ല നമ്മൾ അമർത്തിയ അല്ലെങ്കിൽ ആ പാപത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഈ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നുള്ളതായ വിടുതലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം വായിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിൽ അതിന്റെ 9-ാമത്തെ വാക്യം. 3:9. അതെ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, ഇവിടെ പൗലോസ് പുതിയ നിയമത്തിന്റെ ശക്തിയെക്കുറിച്ചും അതല്ലെങ്കിൽ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അവിടെ നമ്മളോട് സംസാരിക്കുകയാണ്. കാരണം ഈ എല്ലാ ലേഖനത്തിനും ഒരു പൊതുവായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴൊക്കെ അവിടെ ആ കാലഘട്ടത്തിലൊക്കെ ഒരു റോങ് ടീച്ചിങ്സ്, നമ്മൾ കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ പറയുന്നുണ്ട്, they preach a different Jesus, they preach a different gospel, they preach in a different spirit. എല്ലാ ലേഖനങ്ങൾക്കും അതിൻ്റെതായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലും പൊതുവായൊരു കോണ്ടെക്സ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റായ ഉപദേശങ്ങൾ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചില ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തെ മടക്കിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത, അത് മിക്കവാറും എല്ലാ ലേഖനങ്ങളും കാണാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം, റോമാലേഖനം, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, ഏത് ലേഖനങ്ങൾ എടുത്താലും അതിൻ്റെ ഒരു പൊതു സ്വഭാവം, ഒരു പൊതുവായ കോണ്ടെക്സ്റ്റ് അതാണ്. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പൊതുവായ കോണ്ടെക്സ്റ്റ് അതാണ്. അപ്പോൾ ഇവിടെ പൗലോസിന് പറയുകയാണ്, പഴയ നിയമം ന്യായപ്രമാണം അത് ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നതാണ്. കാരണം ന്യായപ്രമാണത്തിന്റെ ഒരു പൊതു സ്വഭാവം അത് മോശമാണെന്നുള്ളതല്ല, മറിച്ച് ന്യായപ്രമാണത്തിന്റെ പൊതു സ്വഭാവം അത് നമ്മളെ കണ്ടം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് ഇത് അനുസരിക്കുവാൻ കഴിയാത്ത വലിയൊരു നുകം നമ്മുടെ ചുമലിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഈ ന്യായപ്രമാണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ നുകം ലഘുവും എൻ്റെ ചുമട് മൃദുവുമാകുന്നു എന്ന് പറയുന്നത്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇതിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് കർത്താവിന്റെ വലിയ പ്രഖ്യാപനം, വലിയ ഇൻവിറ്റേഷനെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? വളരെ പ്രയാസം, മെറ്റീരിയൽ ആയിട്ട് ലോകപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. എന്നാൽ കർത്താവ് ഇത് പറയുന്നത് ഈ രക്ഷയിലെ കുറിച്ചാണ്, സാൽവേഷനെ കുറിച്ച് അവിടെ പറയുന്നത്. കാരണം ന്യായപ്രമാണം അവരെ കണ്ടം ചെയ്ത് ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നു. അത് ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടും എബ്രായർക്കെഴുതിയ ലേഖനകർത്താവ് പറയുന്നത് പോലെ മനസാക്ഷിയിൽ ഒരു വിധത്തിലും തൃപ്തിയില്ലാതെ, ഭാരത്തോടെ, പ്രയാസത്തോടെ, ഒരു വിധത്തിലും നീതീകരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ഇതാ രക്ഷയുടെ ഒരു പുതിയ നിർവചനവുമായി, പുതിയ അനുഭവമായി കർത്താവ് കടന്നു വരികയാണ്. അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിനകത്ത് മറ്റതും ഇല്ല എന്നുള്ളതല്ല, മറ്റ് അധ്വാനത്തെ അല്ലെങ്കിൽ ഭാരം ദൈവം എടുത്തു കളയും എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇതിനകത്ത് ഈ ഒരു എംഫസിസ് ഉണ്ട്. ന്യായപ്രമാണം അവരുടെ ജീവിതത്തിൽ വെച്ച വലിയൊരു ഭാരമുണ്ട്, വലിയൊരു ചുമടുണ്ട്. ആ ചുമട് അല്ലെങ്കിൽ അതവരെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നതായ ഒരു അനുഭവമായിരുന്നു. അതിൽ നിന്ന്
ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ ചുമട് മൃദുവും എൻ്റെ നുകം ലഘുവുമാകുന്നു എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്ന വളരെ സിമ്പിൾ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിന് പ്രവൃത്തികൾ കാരണമല്ല എന്ന് നമ്മളെ കുറിവാക്യമായിട്ട് വായിച്ചു. അപ്പോൾ രക്ഷ എവിടെയാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടംനേഷൻ, ഈ ശിക്ഷാവിധിക്ക് യോഗ്യനായ എന്നെ അതിൽ നിന്ന് കൃപയാൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് there is no condemnation who are in Christ Jesus. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു the desperate need for salvation. ഒരു വിധത്തിൽ ഞാൻ പറയട്ടെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതുല്യമായ അനുഭവം അതാണ്. അതുല്യമായ അനുഭവം ഈ രക്ഷയിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന്, wrath of Godൽ നിന്ന് ദൈവത്തിന്റെ ഒരു പ്രൊവിഷന്റെ പേരാണ് രക്ഷ എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. അപ്പോൾ കണ്ടംനേഷൻ ഫ്രം, അല്ലെങ്കിൽ ഡെലിവറൻസ് ഫ്രം ദ കണ്ടംനേഷൻ ഓഫ് സിൻ. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ, വിടുതലിന്റെ പേരാണ് രക്ഷ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, therefore now no condemnation for those who are in Christ Jesus. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ആരംഭം മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും ഒരുപോലെ വഴിതെറ്റി പോയിരിക്കുന്നു, ഒരുപോലെ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് അവിടെ ആരംഭിക്കുകയാണ്, ആ ഒരു കണ്ടംനേഷനിൽ നിന്നുള്ള വിടുതൽ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം ചെയ്യുന്ന പ്രവൃത്തിയുടെ തേജസ്സിനെ കുറിച്ച് പറയുകയാണ്. വാസ്തവത്തിൽ അവിടെ പൗലോസ് ഈസ് മേക്കിംഗ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ ദ മിനിസ്ട്രി ഓഫ് ഓൾഡ് കവനന്റ്, മിനിസ്ട്രി ഓഫ് ന്യൂ കവനന്റ്. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ വലിയ പഴയ നിയമം അത് നമ്മുടെ പാപങ്ങളെ, പൗലോസിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുക. പക്ഷേ എന്നെ രക്ഷപ്പെടുത്തുവാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല. അതുകൊണ്ടാണ് ഇവിടെ ദ മിനിസ്ട്രി ഓഫ് ലോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഓൾഡ് കവനന്റ് ലീഡ്സ് us to condemnation. എന്നാൽ ദ മിനിസ്ട്രി ഓഫ് ന്യൂ കവനന്റ് brings righteousness upon people. അപ്പോൾ പൗലോസ് ഇവിടെ 4 വിധത്തിൽ പുതിയ നിയമത്തിന്റെ കൃപയാലുള്ള ശുശ്രൂഷയുടെ മഹത്വത്തെ പറയുമ്പോൾ 4 വിധത്തിലാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ഒന്ന്, പഴയ നിയമ ശുശ്രൂഷ എഴുതിയത് കല്ലിലാണ്, എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ എഴുതിയത് ഹൃദയം എന്ന മാംസപ്പലകയിലാണ്. 2, പഴയ നിയമ ശുശ്രൂഷ അത് മഷിയുടെ ശുശ്രൂഷയാണ്, എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. 3, പഴയ നിയമ ശുശ്രൂഷ അത് ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നതാണ്, വേറാസ് പുതിയ നിയമ ശുശ്രൂഷ അത് നീതിയിലേക്ക്, ജസ്റ്റിഫൈ ചെയ്യുന്ന റൈച്ചസ്നെസ്സിലേക്ക് നയിക്കുന്നതാണ്. 4, പഴയ നിയമ ശുശ്രൂഷ അത് മങ്ങുന്ന തേജസ്സിന്റെ ശുശ്രൂഷയാണ്, എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ മങ്ങാത്ത തേജസ്സിന്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഴയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മിറർ, ഒരു കണ്ണാടി പോലെയാണ് ആ ശുശ്രൂഷ. നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുറവുകളെ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള നമ്മളുടെ പ്രതിബിംബനത്തിൽ ആ റിഫ്ലക്ഷനിൽ നിന്ന് നമ്മുടെ കുറവുകളെ, അഴുക്കുകളെ കാണുവാനായിട്ട് കഴിയും. പക്ഷെ കണ്ണാടിക്ക് അഴുക്ക് കഴുകിക്കളയാനായിട്ട് സാധ്യമല്ല. നിയമം, ലോ, ന്യായപ്രമാണം അത് ചെയ്യുന്ന അത്ര തന്നെയാണ്. കാരണം ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ്.
ന്യായപ്രമാണം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങളെയും പാപ സ്വഭാവങ്ങളെയാണ്. പക്ഷേ ന്യായപ്രമാണത്തിന് നമ്മുടെ കുറവുകളെ കഴുകിക്കളയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ നിയമ ശുശ്രൂഷ ദാറ്റ് ലീഡ്സ് us to condemnation, എന്നാൽ സുവിശേഷം യേശുക്രിസ്തു പുതിയ നിയമ ശുശ്രൂഷ അത് നമ്മെ നീതിയിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ്. അത് പൗലോസ് പറയുന്നത്, if the ministry that brings condemnation upon people is glorious, how much more glorious would be the ministry that brings righteousness upon people. ന്യായപ്രമാണം പഴയ നിയമ ശുശ്രൂഷ മോശമാണെന്ന് പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞു അത് തേജസ്സുള്ളതാണെങ്കിൽ ഇതാ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളതായ രക്ഷ, അതിന്റെ തേജസ് എത്ര വിലയേറിയതാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇതിന്റെ ആരംഭം രക്ഷ, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ആസ്പെക്റ്റ് ആണ് കണ്ടംനേഷൻ. രണ്ടാമത് റിഡംഷൻ. Redemption refers to the price that was paid to free or bring deliverance to someone. Redemption അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, അവനെ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ വില കൊടുത്ത് നേടുന്നതിന്റെ പേരാണ്. രണ്ട് വാക്കുകൾ എബ്രായർക്ക് ഹിബ്രു ഭാഷയിൽ ഗാൽ എന്ന് പറയാറുണ്ട്. ടു ഫ്രീ ബൈ ദ പേയ്മെന്റ് ഓഫ് എ പ്രൈസ്. വില കൊടുത്ത് ഒരാളെ വാങ്ങുന്നതിന്റെ പേരാണ് റിഡംഷൻ, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ എക്സ്ഗൊറാസോ എന്ന് പറയുന്ന വാക്ക് ടു ബൈ വിത്ത് എ പ്രൈസ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം വായിച്ചാട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഗലാത്യർ 3:13. അതുപോലെ തന്നെ ആരെങ്കിലും മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. ബോട്ട് വിത്ത് എ പ്രൈസ്. ഇതിന്റെയൊക്കെ ഒരു ശക്തി വില കൊടുത്ത്, ഞാൻ പറഞ്ഞല്ലോ, അത് ആരംഭിക്കുന്ന കണ്ടംനേഷൻ ആണ്. നമ്മളിങ്ങനെ നിലവിളിച്ച് നിൽക്കുകയാണ്. ഈ വലിയ ഭാരം, ഈ വലിയ നുകം ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് കൃപയാൽ ദൈവം നമുക്ക് സാധിപ്പിച്ചു തന്നു എന്ന് നിലവിളിക്കുമ്പോൾ, ഇവിടെ ഇതാ വീണ്ടെടുക്കുവാൻ കഴിയാതെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഇതാ നമ്മെ വില കൊടുത്ത് വാങ്ങുന്ന, ലിറ്ററലി പർച്ചേസ്ഡ് us. പഴയ നിയമത്തിൽ ഇതിന്റെ ഒരു ചിന്ത തരുന്നത് രൂത്തിന്റെ പുസ്തകമാണ്. അവിടെയാണ് പഴയ നിയമത്തിൽ വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, അവിടെ മോവാബിയ സ്ത്രീയായ രൂത്തിനെ ബോവാസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി ചിത്രീകരിക്കുന്നതായ ബോവാസ് വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് അറിയാൻ സാധിക്കുന്നത്, മോവാബിയ സ്ത്രീ അവർ ശപിക്കപ്പെട്ടതാണ്. അവരുടെ 10-ാം തലമുറ പോലും, ആവർത്തനം 33:3 എന്നാണ് ഒരു ചിന്ത. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു അമ്മോന്യനോ ഒരു മോവാബിനോ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ല. അവരുടെ 10-ാം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുലത്തിൽ നിന്ന് ഇതാ ദൈവം പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ഇത് വെറുതെ എഴുതി ചേർത്തതല്ല. ജീനിയോളജിയിൽ ഈ രൂത്തിന്റെ പേര് കൂടെ പരിശുദ്ധാത്മാവ് ചേർക്കാൻ കാരണം, പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ രക്ഷകനെ സൂചിപ്പിച്ചുകൊണ്ടാണ്, രക്ഷകന്റെ വംശാവലിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ആ വംശാവലിയിൽ ബോവാസ് എന്ന് പറയുന്നതായ ഒരു വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്ത രൂത്തിന്റെ ചരിത്രം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അതിന്റെ ആദ്യ അധ്യായം കുറിക്കുന്നത് തന്നെ. അവിടെ നമ്മൾ കാണേണ്ട ഒരു ചിത്രമുണ്ട്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ നവോമി, അമ്മായിമ്മയായിരിക്കുന്ന നവോമി രൂത്തിനോട് പറയുകയാണ്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്.
അത് നിയറസ്റ്റ് കിൻസ്മെൻ. നീ പോകുന്ന ഈ വയലിന്റെ ഉടമസ്ഥനായ ബോവാസ് എന്ന് പറയുന്നത് എലിമലേക്കിന്റെ കുടുംബക്കാരനാണ്, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഏറ്റവും അടുത്ത ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ റിലേറ്റീവിന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് രാത്രിയിൽ അവൻ കളത്തിൽ വിശ്രമിക്കുമ്പോൾ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് അവന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കണം. അവൻ നിന്നോട് എന്ത് ചെയ്യണമെന്നും അവൻ നിനക്ക് പറഞ്ഞു തരും. എനിക്ക് ഇത് വളരെ മനോഹരമായിട്ട് തോന്നാറുണ്ട്. ഇതാ ഒരു മാതാവ് തന്റെ മകളോട് വീണ്ടെടുപ്പുകാരനെ എങ്ങനെ സ്വന്തമാക്കാം എന്ന് വിളിച്ചു പറയുകയാണ്. അതിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ്, അതിന്റെ മർമ്മം വെളിപ്പെടുത്തുകയാണ്. കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച്. ഇതെല്ലാം രക്ഷയുടെ ചില അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാര്. കുളിച്ച് തൈലം പൂശി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്, വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്നത്. വസ്ത്രം ധരിക്കുക, രക്ഷയുടെ പുതുവസ്ത്രം ധരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് വീണ്ടെടുപ്പുകാരന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഇതാ അമ്മായിയമ്മയായ നവോമി രൂത്തിനോട് പറയുകയാണ്, വീണ്ടെടുപ്പുകാരനെ സ്വന്തമാക്കാനുള്ളതായ ഒരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. അത് ഇതാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂത്തിലൂടെ ബോവാസിലൂടെ വീണ്ടെടുപ്പുകാരന്റെ ചിത്രം നമുക്ക് തരികയാണ്. അവിടെ നമുക്കറിയാം, പട്ടണവാതിക്കൽ ബോവാസ് നിൽക്കുമ്പോൾ ബോവാസ് പറയുകയാണ്, എന്നെക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്, അതുകൊണ്ട് അവന്റെ റൈറ്റാണ് നിന്നെ വീണ്ടെടുക്കുവാൻ. അവൻ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അടുത്ത ബന്ധുക്കാരൻ എന്നുള്ള രീതിയിൽ എന്റെ ടേൺ ആണ്, ഞാൻ വേണമെങ്കിൽ വീണ്ടെടുക്കാം. അങ്ങനെ പട്ടണവാതിക്കൽ അന്നത്തെ കോർട്ട് റൂമിൽ ബോവാസും 10 മൂപ്പന്മാരുമായി നിൽക്കുമ്പോൾ ഈ അടുത്ത റിലേറ്റീവ് കടന്നു വരികയാണ്. ബോവാസ് അദ്ദേഹത്തെ വിളിക്കുകയാണ്, സ്നേഹിത ഒന്ന് വന്നാട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, എലിമലേക്കിന്റെ വയൽ വിൽക്കാനുണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് ടു ബൈ ദാറ്റ് ഫീൽഡ് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വളരെയധികം താല്പര്യമുണ്ട്, ഐ വിൽ ബൈ ദ ഫീൽഡ്, ആ വയൽ ഞാൻ വാങ്ങാം. എന്നാൽ അവിടെ ഒരു വീണ്ടെടുപ്പിന്റെ ക്ലോസ് പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, വയൽ മാത്രം വാങ്ങി അതിന്റെ നന്മ മാത്രം അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് വയൽ വാങ്ങുന്ന നാളിൽ എലിമലേക്കിന്റെ കുടുംബത്തിൽ ഇനി ആൺതരികളില്ല. ആ കുടുംബത്തിന്റെ പേര് നിലനിർത്തുവാൻ നീ അവന്റെ വിധവയായ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും കൂടെ വീണ്ടെടുക്കണമെന്ന് ബോവാസ് അടുത്ത ബന്ധുക്കാരനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പേര് നഷ്ടമാക്കി, അല്ലെങ്കിൽ ഒരു നഷ്ടക്കച്ചവടത്തിന് ഞാനില്ല, എന്റെ പേരില്ലാതെ എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് എനിക്ക് വീണ്ടെടുക്കാൻ കഴിയാത്തതിന് നീ വീണ്ടെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ബോവാസ് പറഞ്ഞു, ഞാൻ അവളെ വീണ്ടെടുക്കാം. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വീണ്ടെടുപ്പിന്റെ രഹസ്യം സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പ്രിയരെ. തൻ്റെ പേര് വേണ്ടെന്ന് വെച്ച്, തൻ്റെ പൊസിഷൻ വേണ്ടെന്ന് വെച്ച്, ഇതാ സ്വർഗാദി സ്വർഗങ്ങളിൽ രാജാതി രാജാവായി വാണരുളിയ ദൈവത്തിന്റെ പുത്രൻ 2 അധർമ്മികളുടെ നടുവിൽ മറ്റൊരു കള്ളനെ പോലെ കാൽവരുടെ ഉയരത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അവിടെ വെളിപ്പെടുത്തിയ വീണ്ടെടുപ്പിന്റെ ഒരു രഹസ്യമുണ്ട്. അത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ട് എന്താണ് റിഡംഷൻ എന്ന് ചോദിച്ചാൽ, നമ്മെ വില കൊടുത്ത് വാങ്ങിയതാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരാണ് നമ്മൾ കൊടുക്കുന്നത്, റാൻസം, അല്ലെങ്കിൽ മോചനദ്രവ്യം എന്ന് മലയാളത്തിൽ പറയും. ബിബ്ലിക്കൽ ടെർമിനോളജി നമ്മൾ പറയും മറുവിലയായി കൊടുത്തു, ഇല്ലേ? 1 തീമോഥെയോസ് 2:6. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും 1 തീമോഥെയോസ് 2:6 അതന്നെയാണോ? 1 തീമോഥെയോസ് അല്ലേ? ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് 1 തീമോഥെയോസ് അല്ലല്ല, 1 തീമോഥെയോസ് 2:6. എല്ലാവർക്കും ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി
മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനത്രേ വന്നത്. ഒരു മറുവില, റാൻസം. അപ്പോൾ ആർക്കും രക്ഷിക്കുവാൻ കഴിയാതെ ഇരുന്ന നമ്മെ, പാപത്തിന്റെ അടിമകളായി ശിക്ഷ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് കീഴ്പ്പെട്ട നമ്മെ, ഇതാ ദൈവത്തിന്റെ പുത്രൻ നമ്മെ മറുവില കൊടുത്തുകൊണ്ട്, തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കുകയാണ്. നമുക്കറിയാവുന്നത് അത് ശരിക്കും പറഞ്ഞ കടം വീട്ടിയതാണ്. ഇതൊരു ബഹുരസകരമാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ. റിഡംഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബോട്ട് വിത്ത് എ പ്രൈസ്. നമുക്ക് വില കൊടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇതിന്റെ മനോഹരമായൊരു ചിത്രം മനസ്സിലാക്കണമെങ്കിൽ, ഈ പഴയ നിയമ കാലഘട്ടത്ത് ഒരു മനുഷ്യൻ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നാൽ അവിടെ ഒരു നിയമമുണ്ട്. വേണമെങ്കിൽ ഈ ക്രെഡിറ്റർക്ക്, ഇപ്പൊ നമ്മൾ പഴയ നിയമത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഏലിശ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ കടക്കാരൻ വന്ന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തില് 4-ാം അധ്യായത്തില്. അപ്പോൾ അവിടെ ഈ ക്രെഡിറ്റർ അവനെ വേണമെങ്കിൽ അടിമകളാക്കി കൊണ്ടുപോകാം, തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഇതെല്ലാം ഒരു വലിയ പിക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ന്യായപ്രമാണം അതിൽ നിന്ന് ആ കോണ്ടെക്സ്റ്റിൽ കാണുമ്പോഴാണ് യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ, ആ റിഡംഷന്റെ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു ക്രെഡിറ്റർ ഒരാൾക്ക് കുറച്ച് പണം കൊടുത്തു, ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വേണമെങ്കിൽ 2 കാര്യമാണ് ചെയ്യാൻ. ഒന്ന്, ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ ഇവനെ അടിമയാക്കി വെക്കാം. അല്ല എങ്കിൽ ക്രെഡിറ്റർക്ക്, ഈ കടം കൊടുത്ത ആൾക്ക് കടം ഇളച്ചു കൊടുക്കാം. വേണ്ട, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ പറയുകയാണ്, നീ എനിക്ക് തന്ന, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നതായ പണം നിനക്ക് തിരിച്ചു തരുവാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ഞാൻ നിനക്കത് ഇളച്ചു തന്നിരിക്കുന്നു, നീ എനിക്ക് തരണ്ട. പക്ഷെ ഇത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ, ഈ വ്യക്തിയുടെ കടം ഞാൻ ഇളച്ചു തന്നിരിക്കുന്നു എന്ന് ആ സമൂഹം അറിയാനായിട്ട് ഒരു കാര്യം ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞതുപോലെ പട്ടണവാതിക്കൽ ഒരു തടിമേൽ 3 ആണിയിൽ ഒരു കുറിച്ചിട്ടേക്കണം. ഞാൻ ഇന്ന വ്യക്തിക്ക് കൊടുത്തതായ ഈ കടം ഞാൻ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മരത്തടിയിൽ 3 ആണിമേൽ പട്ടണവാതിക്കൽ അത് തൂക്കിയിടണം. ഇത് പഴയ നിയമമാണെങ്കിലും നിയമത്തിന്റെ കീഴിൽ വന്ന ദൈവത്തിന്റെ പുത്രൻ അത് കാൽവരുടെ മുകളിൽ നമുക്ക് വേണ്ടി നിറവേറ്റി എന്നുള്ളതാണ്. ഇതാ മരത്തടിമേൽ 3 ആണിമേൽ തന്റെ കൈകാലുകൾ വിരിച്ചുകൊണ്ട് പുത്രൻ തന്റെ ജീവനെ സമർപ്പിച്ചപ്പോൾ, മറുവിലയായി കൊടുത്തപ്പോൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, നിന്റെ കടം ഞാൻ വീട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇതെല്ലാം ഒരു വലിയ മർമ്മം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടംനേഷൻ, റിഡംഷൻ, വാസ്തവത്തിൽ റിഡംഷൻ ഞാൻ 3-ാമതായിട്ട് പറയേണ്ടതാണ്. 2-ാമത് ശരിക്കും വരുന്നത് കണ്ടംനേഷൻ കഴിഞ്ഞ് ഇലക്ഷൻ ആണ്. എന്താണ് ഇലക്ഷൻ? ഇവിടെ ഒരു വലിയ 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചതിന് ശേഷം ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇത് അല്പം ഒരു മനസ്സിലാക്കാൻ പ്രയാസം ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആരും വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. And those he predestined
he also called. Those he called, he also justified. Those he justified, he also glorified. രക്ഷയുടെ ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അതിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ചിലവരെ മാത്രമാണോ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ദൈവം ഓൾറെഡി ചിലരെ നിയമിച്ചിട്ടുണ്ട്, ചിലരെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ രക്ഷ അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ദ ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് ഉള്ളൊരു ഡോക്ട്രിനുമുണ്ട്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇത്രയും ഉള്ളൂ. ഇതിനെ നമ്മൾ കൂടുതലായി ഇതിനെക്കുറിച്ച്, ദൈവത്തിന്റെ പാർഷ്യാലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവം എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് എന്റെ കുഴപ്പമല്ല, പുട്ട് ദ ബ്ലെയിം ബാക്ക് ഓൺ ജീസസ്, എന്റെ ജീവിതത്തിന്റെ കുറവുകളോ അല്ലെങ്കിൽ രക്ഷയുടെ ഉറപ്പില്ലായ്മയോ ക്രിസ്തുവിന്റെ മുകളിൽ ചുമത്തുന്ന ഒരു രീതിയായിട്ട് പലപ്പോഴും പലരും ഇതിനെ എടുക്കാറുണ്ട്. എന്നാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയട്ടെ, ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. നമ്മൾ പറയും ദൈവം ആരാണ്? ഒംനിസിയന്റ്, ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ് ഗോഡ്. സർവവ്യാപി, സർവജ്ഞാനി, സർവശക്തനായ ദൈവം. അപ്പോൾ ദൈവത്തിന്റെ ഒരു ക്യാരക്ടറുണ്ട്. ദൈവമെല്ലാം അറിയുന്നു. ആ ദൈവത്തിന്റെ അറിവിലേക്ക്, അവന്റെ ജ്ഞാനത്തെ, അവന്റെ ശക്തിയെ, അവന്റെ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി എന്ന് പറയുന്ന ദൈവം ആരാണോ ആ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ചിലരെ എടുത്തു, ചിലരെ എടുത്തില്ല എന്നുള്ള അർത്ഥമല്ല ഇവിടെ വരുന്നത്. മറിച്ച് ദൈവമാണ് എല്ലാറ്റിന്റെയും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെതാണെങ്കിലും നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പോലെ രക്ഷയുടെ ഈസ് ദ ഇനീഷ്യേറ്റർ, ഈസ് ദ സോഴ്സ്, ഈസ് ദ ബിഗിനർ ആൻഡ് ഈസ് ദ ഫിനിഷർ. എല്ലാം തുടക്കവും അവസാനം, ആദിയും അന്ത്യവും, അൽഫയും ഒമേഗയും എല്ലാം അറിയുന്ന സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്നതായ നസ്രായനായ യേശു. ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടത്. എന്നാൽ ഇത് സൂചിപ്പിക്കുന്നത്, ഇത് അർത്ഥമാക്കുന്നത്, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ശരിയായ ഒരു മീനിങ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് ടു ബി പിക്ഡ് ഔട്ട്, ടു ബി സെലക്ടഡ്, ടു ബി ചോസൺ. ഏതാണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ 21 പ്രാവശ്യമാണ് അതിന്റെ വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 പ്രാവശ്യം അതിന്റെ നൗണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ഗോഡ്സ് ചോയ്സ് എന്ന് പറയുന്നത്? അത് ദൈവത്തിന്റെ, ഗോഡ്സ് ചോസ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ചോയ്സാണ്, ദൈവത്തിന്റെ ചോയ്സാണ്. രക്ഷയെ എങ്ങനെ വേണം എന്നുള്ളതും ദൈവത്തിന്റെ ചോയ്സാണ്. ഈ രക്ഷയിലേക്ക് ആരെല്ലാം വരണം എന്നുള്ളതും ദൈവത്തിന്റെ ചോയ്സാണ്. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും സർവജ്ഞാനവും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ പരിമിതിയെയും കൂടെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ എലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിക്കേണ്ട. ദൈവമാണ് സകലതും, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തിന്റെ പദ്ധതിയിലാണ് എല്ലാം നടക്കുന്നത്. സാൽവേഷൻ ഈസ് നോട്ട് ആൻ എമർജൻസി സിറ്റുവേഷൻ. അതുകൊണ്ടാണ് റെവലേഷൻ 13:8 പറയുന്നത്, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, the lamb that was slain from the creation of the world. ഇത് പെട്ടെന്ന് ദൈവത്തിന്റെ പദ്ധതിയിലോ എല്ലാം തകിടം മറിഞ്ഞല്ലോ, മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ ഇനിയൊരു മാർഗമില്ലല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പ്ലാൻ അല്ല രക്ഷ. മറിച്ച്
ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ there is a sovereign plan. He indeed was foreordained before the foundation of the world. 1 പത്രോസ് 1:19-20 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ലോക സ്ഥാപനം മുതൽ വേർതിരിക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാൻ ഓഫ് സാൽവേഷൻ, അതാണ് ചോയ്സ്, അതാണ് എലക്ഷൻ എന്ന് പറയുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല. God has a plan to save his mankind. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതായ പ്രവചനങ്ങൾ അത് പൂർത്തീകരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ടല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ രക്ഷയുടെ വലിയ പദ്ധതിയെ ലേഖനകർത്താവ് അങ്ങ് വളരെ മനോഹരമായി അങ്ങ് റിവീൽ ചെയ്യുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തത് ഇപ്പോൾ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ ആരംഭിച്ചതാണ്, അത് പാർട്ടായിട്ടും വിവിധങ്ങളായിട്ടും ഒക്കെയും പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട ഇതാ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം ആ രക്ഷയുടെ പദ്ധതി വെളിപ്പെടുകയാണ്. അതുകൊണ്ട് there is a plan of salvation, there is a people for salvation. പലപ്പോഴും ഈ നമ്മളൊരു ചോദ്യം ചോദിക്കും ഇതിന്റെ നടുവിൽ. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യേണ്ടതല്ല. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവർത്തികൾ കാരണമല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പലരും വളരെ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കോളും. അതിനകത്ത് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊന്നും ചെയ്താലും ഒന്നും പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തുമില്ല, പ്രവൃത്തി കൊണ്ട് സാധ്യമാകുന്നതുമല്ല രക്ഷ എന്നൊക്കെ ഉള്ളതായ ന്യായീകരണങ്ങളൊക്കെ നമ്മളൊക്കെ പറയും. ഞാന് ഈ തിയോളജി പഠിക്കുന്ന സമയം ഈ റോമർക്ക് എഴുതിയ ലേഖനം പഠിപ്പിച്ച ഒരു ദൈവദാസൻ, ഒരു മിഷണറി ആയിരുന്നു പുള്ളി, ഒരു സ്കോട്ടിഷുകാരനാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. അദ്ദേഹം ഇതിനെ ഈ ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ പ്രവൃത്തിയും, യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു കോമ്പിനേഷൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തൻ്റെ പാപത്തിന്റെയും തൻ്റെ ജനത്തിന്റെയും പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി ഇതാ സമാഗമന കൂടാരത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ടാബർനക്കിളിലേക്ക് വരികയാണ്. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം, അതിന്റെ വെളിയിലായി ഇതൊരു പിച്ചള തൊട്ടി, അതിൽ നിറച്ചിരിക്കുന്ന ജലം, അവിടെ ഒരു യാഗപീഠം, യാഗപീഠത്തിൽ ഇതാ മൃഗത്തെ കൊന്ന്, ഊനമില്ലാത്ത മൃഗത്തെ കൊന്ന് അതിന്റെ രക്തവും എടുത്തുകൊണ്ട് പിച്ചളത്തൊട്ടിയിൽ വന്ന് ശുദ്ധീകരണം ചെയ്ത് കഴുകി അകത്ത് പ്രവേശിച്ച് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിന്റെ കനലും ധൂപവും എടുത്തുകൊണ്ട് ഒരു കൈയിൽ ധൂപവും ഒരു കൈയിൽ ഈ രക്തവും അതിന്റെ മറവിൽ ഇതാ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൃപാസനത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ മഹാപുരോഹിതൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്നെ ഈ കൃപാസനത്തിൽ എത്തുവാൻ സഹായിച്ചത് ഈ രക്തത്തിന്റെ മറവും ധൂപത്തിന്റെ മറവും വെള്ളത്താലുള്ള ശുദ്ധീകരണവും അങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇതെല്ലാമായി അതിവിശുദ്ധ സ്ഥലത്ത് സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ മഹാപുരോഹിതന് ഒരു കൃപയുടെ രഹസ്യം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. കാര്യമൊക്കെ ശരി, ഒരു കയ്യിൽ രക്തമുണ്ടായിരുന്നു ആട്ടുകൊറ്റന്റെ, ഒരു കയ്യിൽ ധൂപമുണ്ടായിരുന്നു യാഗപീഠത്തിൽ നിന്ന് ഉയരുന്നത്, ഇതിന്റെ എല്ലാം ഒരു ശുദ്ധീകരണം ഉണ്ടായിരുന്നു, പിച്ചളത്തൊട്ടിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഇതിന്റെ എല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലും
ഞാൻ ഇന്നെ ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇതൊന്നുമല്ല, മറിച്ച് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കൃപാസനത്തിന്റെ ശക്തിയാണ്, കൃപയാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. ഇതൊരു മിസ്റ്ററിയാണ്, ഇതാണൊരു മർമ്മം. ഈ മർമ്മം സമാഗമന കൂടാരം നമ്മളെ വെളിപ്പെടുത്തുന്ന ഒരു മർമ്മമാണത്. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രോസസ്സിങ് നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കൈകെട്ടി നിന്ന് ഇത് കർമ്മമാർഗമല്ല, ശരിയാണ്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നയിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. എന്നാൽ നീ എന്ത് ചെയ്താലും നിന്നെ ഈ കൃപാസനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിന്റെ യാതൊരു പുണ്യപ്രവൃത്തിയുമല്ല, മറിച്ച് സമാഗമന കൂടാരത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കൃപാസനമാണ്. ഈ രണ്ട് കോമ്പിനേഷൻ അത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, there is an election. ദൈവത്തിന്റെ ഒരു പദ്ധതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ട്, യാതൊരു സംശയമില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടതിന് പ്രവൃത്തികൾ കാരണവുമല്ല. എന്നാൽ മറന്നു പോകരുത്, ഈ എലക്ഷൻ ദൈവത്തിന്റെ ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ, പ്രതികരിക്കാതിരിപ്പാൻ എനിക്കും നിങ്ങൾക്കും യാതൊരു അവകാശവും ഇല്ല. ഇതാ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ, പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച്, പഴയ കാലങ്ങളിൽ പുരോഹിതൻ യാഗത്തിന്റെയും രക്തത്തിന്റെയും ധൂപത്തിന്റെയും മറവിൽ യാത്ര ചെയ്തതുപോലെ പുതിയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായ ജീവിതം നയിക്കുന്ന ദൈവ പൈതലെ, എന്നാൽ നിന്നെ രക്ഷയ്ക്ക് യോഗ്യനാക്കി തീർത്തത് നിന്റെ ഈ കഴിവല്ല, മറിച്ച് കൃപാസനമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ട് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് 3 കാര്യങ്ങൾ, 7 ആസ്പെക്ട്സിൽ 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, കണ്ടംനേഷൻ, ശിക്ഷാവിധി, ഒരു വലിയ നുകം, ന്യായപ്രമാണത്തിന്റെ നുകം. പാപത്തിന്റെ ശിക്ഷയിൽ നമ്മെ വിടുവിക്കുവാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. എന്നാൽ രണ്ടാമത് നമ്മൾ റിഡംഷൻ, യേശു ക്രിസ്തു തന്റെ ജീവനെ മറുവിലയായി കൊടുത്തുകൊണ്ട് നമ്മെ നേടിയെടുത്തു. നമ്മൾ യേശു ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട, എലക്റ്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവജനമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത് മറന്നും പോകരുത്. ഏതായാലും ഞാൻ മുൻപോട്ട് പോകട്ടെ. 4ാമത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ആണ്. എന്നാൽ അത് വൈകിട്ടത്തെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ജസ്റ്റിഫിക്കേഷൻ മാത്രം ഞാൻ വിട്ടു മുൻപോട്ട് പോവുകയാണ്. 5, സാങ്ക്ടിഫിക്കേഷൻ. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഇത് 3 ആണ് പ്രധാനമായും രക്ഷയുടെ 3 പ്രധാന ആസ്പെക്ട്സ്. ഞാൻ 7 പറഞ്ഞെങ്കിലും അത് 3 കാലഘട്ടത്തിന്റെയാണ്. ഒന്ന്, ഇതിന് ഒരു പാസ്റ്റ് ഉണ്ട് രക്ഷയ്ക്ക്. രക്ഷ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് we have been saved from the penalty of sin. അതാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ഞാൻ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. we have been saved from the penalty of sin. അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ആണ്. അതിന്റെ ഒരു പ്രസന്റ് ആണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. we are being saved from the power of sin. മറ്റത് പെനാൽറ്റി ഓഫ് സിൻ. എന്താണ്? പാപത്തിന്റെ ശിക്ഷ, മരണം. ആ പെനാൽറ്റിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചതിന്റെ പേരാണ് നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ. ദാറ്റ് ഈസ് എ പാസ്റ്റ് എക്സ്പീരിയൻസ്. ദർ ഇസ് എ പ്രസന്റ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്, വർത്തമാനകാലത്തിന്റെ ഒരു അനുഭവം. അതാണ് സാങ്ക്ടിഫിക്കേഷൻ. വി ആർ ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ എ ഫ്യൂച്ചർ ആസ്പെക്ട്. അതിനെയാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. We will be saved from the presence of sin. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കും, നമ്മെ വിടുവിക്കും. അതൊരു ഫ്യൂച്ചർ ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ ഇതിന് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ഉണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം. That is, we have been saved
from the penalty of sin. Present continuous ആണ് sanctification. അതൊരു present continuous experience ആണ്. അത് we are being saved from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത്. മൂന്നാമത് അതിന്റെ ഒരു ഫ്യൂച്ചർ element, future experience, glorification. We will be saved from the presence of sin. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. എടാ, ഈ തിയോളജി ഒക്കെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് വന്നതാ, പക്ഷേ ഞങ്ങളൊക്കെ തിയോളജി പഠിക്കുന്നതിന് മുമ്പ് ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുന്ന 3 വിഷയങ്ങളാണ്. ആദ്യത്തെ ദിവസം രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കും, രണ്ടാമത്തെ ദിവസം വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കും, മൂന്നാമത്തെ ദിവസം കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കും. ഈ 3 കാര്യങ്ങൾ. ഇവരാരും തിയോളജിയോ അപ്പോസ്റ്റൽ പോളിന്റെ തിയോളജി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തവരൊന്നും അല്ല. പക്ഷേ അവർക്കറിയാം ദൈവവചനത്തിന്റെ ജിസ്റ്റ്, മർമ്മം എന്താണ്. രക്ഷയെക്കുറിച്ച് പറയുന്നു, അതാണ് ജസ്റ്റിഫിക്കേഷൻ, സാൽവേഷൻ, അത് ജസ്റ്റിഫിക്കേഷൻ. രണ്ടാമത്തെ ദിവസം വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, അതാണ് സാങ്ക്ടിഫിക്കേഷൻ. മൂന്നാമത്തത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു, അതാണ് ഗ്ലോറിഫിക്കേഷൻ. നമ്മളൊക്കെ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷെ അന്നത്തെ പാവപ്പെട്ട ദൈവദാസന്മാരൊക്കെ വളരെ ശക്തമായി സുവിശേഷത്തിന്റെ 3 കാതലായ, രക്ഷയുടെ 3 കാതലായ പ്രിൻസിപ്പിളിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നവരാണ്. അത് തന്നെയാണ് ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ വേണമെങ്കിൽ ഇതാണ് രക്ഷയുടെ ഒരു ജിസ്റ്റ്. We have been saved from the penalty of sin, that is called justification. We are continually be renewed or saved from the power of sin. മൂന്നാമത് we will be saved. അപ്പോൾ ഇതിന്റെ 3 ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ സാങ്ക്ടിഫിക്കേഷൻ, we are no longer under the law but we are under the grace. ഈ ഇന്നത്തെ ഒരു പഠിപ്പിക്കല് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ we are no longer under the law, we are under the grace. ഇന്ന് നമ്മൾ പറയും, നമ്മൾ ആരും നിയമത്തിന്റെ കീഴിലല്ല, പക്ഷെ കൃപയുടെ കീഴിലാന്ന് പറയും. എന്നാൽ ഇത് പറയുമ്പോൾ ഈ കൃപയെ നമ്മൾ ഒത്തിരി ഈ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. കൃപ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ്. എന്നാൽ ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. 6-ന്റെ 1 ശ്രദ്ധിക്കണം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധീകരണം, ഈ രക്ഷയുടെ പ്രസന്റ് കണ്ടിന്യൂസ് അനുഭവമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് ഇന്ന് കടന്നു പോകുന്ന ജീവിത ക്രമത്തിന്റെ പേരാണ് വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രം ദ പാർട്ട് ഓഫ് ഗോഡ്. ദൈവമാണ് നമ്മെ നീതീകരിച്ചത്. അതിന് മനുഷ്യന്റെ യാതൊരു കാര്യം അതിനകത്ത് വരുന്നില്ല. കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രവൃത്തി ഒന്നും കാരണമല്ല, അത് ജസ്റ്റിഫിക്കേഷനാണ്. എന്നാൽ രക്ഷയുടെ പ്രസന്റ് കണ്ടിന്യൂസ് ആസ്പെക്റ്റിന്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ. ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we are no longer under the law, we are under the grace എന്ന് പറയുമ്പോൾ, but we are under the moral law, ഒരു ധാർമ്മിക നിയമത്തിന്റെ കീഴിലാണ്, which is called sanctification. അതിന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാദാഷ് എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ്, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഹാഗിയാസോ എന്ന് പറയുന്നത് സെറ്റ് അപ്പാർട്ട്. ടു സെപ്പറേറ്റ്, സെറ്റ് അപ്പാർട്ട്,
വേർതിരിക്കുക. ശരിക്കും വേർതിരിക്കുക എന്ന് പറയുമ്പോൾ സെറ്റ് അപ്പാർട്ട് എ പേഴ്സൺ ഫോർ ഗോഡ്സ് പേർപ്പസ്, അതിനെയാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 139 സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതൊക്കെയും നിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്ന all the days ordained for me have been written in your book even before one of them came to be. All the days ordained, ഈ ഓർഡിനേഷൻ എന്ന് പറയുന്നത് സെറ്റപ്പ് ആർട്ട് എന്നുള്ളതാണ്. ഓരോ നിമിഷവും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം it is a time that is set apart by God. ദൈവം നമുക്ക് വേണ്ടി വേർതിരിച്ചിട്ടുള്ളതായ സമയവും ജീവിതവുമാണ്. അതുകൊണ്ട് ആ വാക്കാണ് ടു സെപ്പറേറ്റ് ഫോർ ഗോഡ്, ടു സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ഒന്ന്, സാങ്ക്ടിഫിക്കേഷന്റെ വിശുദ്ധീകരണം വളരെ ഒരു നീണ്ട അല്ലെങ്കിൽ വളരെ വിപുലമായ ഒരു ടോപ്പിക്കാണ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ വർക്ക് ഓഫ് ഗോഡ് അലോൺ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നൽകിയ കൃപ നിമിത്തം, അല്ല അത് യൂദ എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. പ്രിസർവ്, അത് അടുത്തതിനകത്ത് ഞാൻ വരുന്നുണ്ട്, പ്രിസർവ്ഡ് എന്നുള്ളതാണ്. വിശുദ്ധീകരണത്തിൽ നമ്മെ കാക്കുന്ന പ്രക്രിയയാണ് അത്, സാങ്ക്ടിഫിക്കേഷൻ. എങ്ങനെയാണ് ഞാൻ പറയല്ലോ, സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ വർക്ക് ഓഫ് ഗോഡ് അലോൺ. ദൈവമാണ് നമ്മെ, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം സാങ്ക്ടിഫിക്കേഷൻ ഇൻവോൾവ്സ് അവർ കോപ്പറേഷൻ. നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. വിശ്വാസത്തോടുകൂടെയാണ് നമുക്ക് ഈ രക്ഷ അനുഭവമാക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യാക്കോബ് അപ്പോസ്തലൻ എഴുതിയൊരു കാര്യമുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, ഫെയ്ത്ത് വിതൗട്ട് വർക്ക്സ്. മാർട്ടിൻ ലൂതറിന്, റിഫോർമേഷൻ കൊണ്ടുവന്ന മാർട്ടിൻ ലൂതറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു വേദവാക്യമാണ് യാക്കോബിന്റെ ലേഖനം. അദ്ദേഹം പറഞ്ഞു, ഈ യാക്കോബിന്റെ ലേഖനം ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ കാരണം എന്ത് എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോളൈൻ എപ്പിസിൽസിൽ നിന്ന് വിരോധമായിട്ടല്ല യാക്കോബ് എഴുതിയിരിക്കുന്നത്, മറിച്ച് നമ്മൾ നിശ്ചയമായും ഈ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ്, കൃപയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല അവിടെ പറയുന്നത്, മറിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇറ്റ് ഇൻവോൾവ്സ് അവർ പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഈ രക്ഷയുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാനായിട്ടല്ല, മറിച്ച് ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട്. ഞാൻ നേരത്തെ റോമർക്കെഴുതിയ ലേഖനം 6 പറഞ്ഞതുപോലെ, ആകയാൽ നാം എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായ മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുപോലെ തന്നെ ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 5:16. സാങ്ക്ടിഫിക്കേഷൻ ഇൻവോൾവ്സ് അവർ പാർട്ടിസിപ്പേഷൻ. ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ walk by the spirit. 25-ാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ, സെയിം ഗലാത്യർ 5:25, live by the spirit. 3 ആ 25-ന്റെ അവസാനം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുവിൻ.
കീപ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. 3 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. വാക്ക് ബൈ ദ സ്പിരിറ്റ്, live by the spirit, keep in step with the spirit. ഒരു ദേവദാസൻ പറഞ്ഞു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ സ്പ്രിന്റ് ബട്ട് ഇറ്റ് ഈസ് എ മാരത്തൺ. ഈ 100 മീറ്റർ ഓടി 10 സെക്കൻഡിൽ തീർക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം, മറിച്ച് ഇതൊരു മാരത്തൺ ആണ്. ഒരു അല്പം ഒരു ഓട്ടക്കളമാണ്. അവിടെ പൗലോസ് ഈ രക്ഷയുടെ അനുഭവത്തിൽ പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു അത്ലറ്റിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ തുലനം ചെയ്യുന്നുണ്ട്. ഒരു യോദ്ധാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി, ഒരു സോൾജിയർ അതുമായി ബന്ധപ്പെടുത്തി ഒരു ക്രിസ്തീയ ജീവിതത്തെ തുലനം ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. ഒരു ഗോളുണ്ട്, ആ ഗോൾ നോക്കി ഇങ്ങനെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ walk by the spirit, live by the spirit, keep in step by the spirit. ആത്മാവിനെ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷ പൂർണ്ണമായും ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ഞാനും നിങ്ങളും എനിക്ക് കൃപയാൽ ലഭിച്ച രക്ഷയോടുള്ള റെസ്പോൺസ് ആണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വി ആർ നോ ലോങ്ങർ അണ്ടർ ദ ലോ, വി ആർ അണ്ടർ ദ ഗ്രേസ്, but we are still under the moral law, which is called sanctification. And the moral law is to lead a life according to the spirit, അല്ലെങ്കിൽ according to the leading of the spirit. അതിനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താണ് പരിശുദ്ധാത്മാവിനാലുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ സിമ്പിൾ ആയ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന നയിക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ച് അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴികളിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. 18-ാമത്തെ വാക്യം, ചെകിടന്മാരെ കേൾപ്പീൻ, കുരുടന്മാരെ നോക്കിക്കാൺമീൻ, എന്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ. ഇത് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. എന്താണ് വിശുദ്ധീകരണം? എന്താണ് സാങ്ക്ടിഫിക്കേഷൻ? ഞാൻ പറഞ്ഞു, സാങ്ക്ടിഫിക്കേഷൻ ഇസ് എ വർക്ക് ഓഫ് ഗോഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധീകരണം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ദാറ്റ് ഡിമാൻഡ്സ് അവർ പാർട്ടിസിപ്പേഷൻ. എങ്ങനെയാണ് അവർ നമ്മുടെ പാർട്ടിസിപ്പേഷൻ? വാക്ക് ബൈ ദ സ്പിരിറ്റ്, live by the spirit, keep in step with the spirit. ഓരോ ചുവട്ടടിയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ജഡത്തിന്റെ ഇച്ഛകളെ വിട്ട്, ജഡത്തിന്റെ പ്രമാണങ്ങളെ വിട്ട് ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടപ്പീൻ എന്ന് ശക്തമായി എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, എന്റെ ദാസനെ പോലെ കുരുടനാർ, എന്റെ ദാസനെ പോലെ ചെകിടനാർ. ആരാണ് ഈ ദാസൻ? എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ കുരുടനാണ്, അവൻ ചെകിടനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കുരുടൻ നടക്കുന്ന പോലെ വഴി അറിയത്തില്ല, അവന്റെ കാഴ്ച കൊണ്ടല്ല അവൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, വിശ്വാസത്താലാണ്. കാഴ്ചയാൽ ജഡത്തിലായിരുന്നപ്പോൾ കാഴ്ചയാൽ ജീവിച്ചെങ്കിൽ ഇതാ രക്ഷയുടെ അനുഭവത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പാറ്റേൺ ഓഫ് ലൈഫാണ്.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പുതിയത് എങ്ങനെയാണ്? എന്റെ ദാസനെ പോലെ കുരുടനും എന്റെ ദാസനെ പോലെ ചെകിടനും എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല, ദൈവത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു ചെകിടൻ. അവൻ ലോകത്തിന്റെ ദൃഷ്ടിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് അവനെ നയിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക. ഇതാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പ്രത്യേകത. ദൈവദാസന്മാരെ, അതുകൊണ്ട് വളരെ സിമ്പിളാ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുക എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ കുരുടന്മാരും ചെകിടന്മാരും എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പനുസരിച്ചാണ്. ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. എന്റെ ആലോചനയ്ക്കനുസരിച്ചും എന്റെ വാക്കുകൾക്കും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തിനും അനുസരിച്ചല്ല, മറിച്ച് യഹോവയുടെ ദാസനെ പോലെ ചെകിടനാർ, അവൻ ലോകത്തിന്റെ പ്രമാണങ്ങൾ കേൾക്കുന്നില്ല, ലോകത്തിന്റെ ശക്തിയുടെ അരുളപ്പാടുകൾ അനുസരിച്ചല്ല അവന്റെ നടപ്പ്, മറിച്ച് ദൈവത്തിന്റെ ആലോചനയാൽ നടത്തപ്പെടുന്നതായ ഒരു മനുഷ്യൻ. അതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർക്ക് ഓഫ് ഗോഡ്, ബട്ട് സാങ്ക്ടിഫിക്കേഷൻ ഇൻവോൾവ്സ് അവർ പാർട്ടിസിപ്പേഷൻ. 3, സാങ്ക്ടിഫിക്കേഷൻ ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെയും ഈ രക്ഷയുടെ അനുഭവം പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. 1992 ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കർത്താവിനെ എന്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടു. ശരിയാണ്, ഞാൻ പറഞ്ഞില്ല, അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതൊരു ജസ്റ്റിഫിക്കേഷൻ ആണ്. I have been renewed, അല്ലെങ്കിൽ I am saved, I am being saved and I will be saved. അതിന്റെ ഈ ഓൺഗോയിങ് പ്രോസസ് ആണ് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ സാങ്ക്ടിഫിക്കേഷൻ ഇസ് an ongoing process. ജസ്റ്റിഫിക്കേഷൻ is once for all ആണെങ്കിൽ sanctification is a continuous process whereby we grow in holiness. ഈ സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത് ഹോളിനെസ്സിനെ കാണിക്കുകയാണ്, ഒരു വിശുദ്ധ ജീവിതത്തെ കുറിച്ച് അതവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ sanctification is a work of God. Sanctification involves our participation. Sanctification is an ongoing process. 4th, the goal and measure of sanctification is Christ likeness. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. റോമർ 8:29 നമ്മൾ നേരത്തെ വായിച്ചതാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട്. ഇതാണ് സാങ്ക്ടിഫിക്കേഷന്റെ ഒരു പ്രോസസ്. പണ്ട് ബാബുച്ചാന് ജോർജ് ചെറിയാൻ സാറ് എന്റെ കൊച്ചിലുള്ള ഒരു പ്രസംഗത്തില് ഒരു ഇലസ്ട്രേഷൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ദൈവദാസൻ എഴുതിയ പുസ്തകം വാങ്ങിച്ച് ആകൃഷ്ടനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഓദറിന് ഒരു ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു, താങ്കളുടെ പുസ്തകം എന്നെ വളരെ സ്വാധീനിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷം തന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, താങ്കളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം, താങ്കളുടെ പുസ്തകത്തിന്റെ മുകളിൽ അത് വെക്കാനായിട്ടാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം ആ പുസ്തകം തുറക്കുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. സോ സെൻഡ് മീ എ ഫോട്ടോഗ്രാഫ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടി, ഞാനിത് അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് അയക്കുന്നു, എന്നാൽ കുറച്ചും കൂടെ ദിവസം കാത്തിരിക്കാമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഫോട്ടോഗ്രാഫ് എനിക്ക് അയക്കാൻ കഴിയുമായിരിക്കും. കാരണം ഞാൻ ഓരോ ദിവസം കഴിയും തോറും എന്റെ യേശുവിനോടുകൂടെ അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ എഴുതി, ഇഫ് യു ക്യാൻ വെയിറ്റ് ഫോർ സം മോർ ഡേയ്സ് ഐ കുഡ് ഹാവ് സെൻഡ് യു എ ബെറ്റർ ഫോട്ടോഗ്രാഫ്, ബിക്കോസ് ആസ് ദ ഡേയ്സ് പാസ് ബൈ ഐ എം ബിക്കമിങ് മോർ ലൈക്ക് ജീസസ്. ഇതാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിന്റെ വലിയൊരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ വർക്ക് ഓഫ് ഗോഡ് അലോൺ. Sanctification involves our participation or demands our participation. Sanctification is an ongoing process.
The goal and measure of sanctification is Christ likeness. അതുകൊണ്ട് വിശുദ്ധീകരണം ഒരു പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി ആർ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദൈവത്താൽ ആണ് വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ക്രൈസ്റ്റ്, വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ 3 പ്രോസസ്സിലാണ് നമ്മൾ സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 6:11 ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. You were sanctified and justified by the Spirit of God. So we are sanctified in Christ Jesus. 1 കൊരിന്ത്യർ 1:2 നമ്മൾ അങ്ങനെ വായിക്കുകയാണ്. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ 1 കൊരിന്ത്യർ 1:2 പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവര്. 1 Corinthians chapter 1 verse 2. So we are sanctified in Christ Jesus. 6:11 ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. Sanctified by the Spirit of God. എഫേസ്യർ 5:26 അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ 3 വിധത്തിലാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. വി ആർ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ, ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവത്തിന്റെ വചനത്താൽ. അത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞു, അത് പ്രസന്റ് കണ്ടിന്യൂസ്, രക്ഷയുടെ പ്രസന്റ് കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ. ഇനി നമ്മള് സമയം വരുന്നു 6ാമത്തെ അതിന്റെ ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 7 ആസ്പെക്റ്റ് ആണ് സാൽവേഷന്റെ. കണ്ടംനേഷൻ, ഇലക്ഷൻ, റിഡംഷൻ, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ. 6ാമത് റീജനറേഷൻ ആൻഡ് പ്രിസർവേഷൻ. റീജനറേഷൻ വീണ്ടും ജനനവും, പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ദ ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. ഇവിടെയാണ് അല്പം നമുക്ക് പലവിധത്തിലും ചോദ്യങ്ങൾ ഉള്ളത്. കാരണം നമ്മുടെ ക്യാൻ ബി ലൂസ് മൈ സാൽവേഷൻ, ക്യാൻ ഐ ലൂസ് മൈ സാൽവേഷൻ, എന്റെ രക്ഷ എനിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ളതായ ഒരു ഡോക്ട്രിൻ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഇറ്റേണൽ സാൽവേഷൻ ആണ് ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ചില ചോദ്യങ്ങൾ ഞാൻ ഇതിനോട് ചേർന്ന് നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ റീജനറേഷൻ? ഇറ്റ് ഈസ് ദി ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. റീജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ ന്യൂ ബർത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ സൃഷ്ടിയുടെ പുതിയ ജീവിതത്തിന്റെ പേരാണ് റീജനറേഷൻ. അതാണ് സാൽവേഷന്റെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇന്ന് ഈ വീണ്ടും ജനനത്തെ അല്ലെങ്കിൽ ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ പലപ്പോഴും ഈ തെറ്റായി ചിത്രീകരിക്കുകയും ഇതിനെ തെറ്റായി ഒരു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തൊരു കാലഘട്ടമാണ്. എനിക്കറിയാവുന്നതുകൊണ്ട് ഈ പല യങ്സ്റ്റേഴ്സും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ ഈ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ കാരണത്താലാണ്. എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് ഇൻഡിപെൻഡന്റ് സഭകളിലേക്ക് മാറിപ്പോകുന്നതിന്റെ പേരായിട്ടാണ് അവർ കാണുന്നത് റീജനറേഷൻ. അല്ലെങ്കിൽ ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മെമ്പർഷിപ്പ് മാറ്റുക. ഈ ട്രഡീഷണൽ ചർച്ച് അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് സഭകളിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ വിചാരം ഇതൊരു ബോൺ അഗെയിൻ എന്നാണ്. അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെയും പണ്ട് കാലങ്ങളിലൊക്കെയും രക്ഷിക്കപ്പെട്ടാന്ന് പറയുമ്പോഴത്തേക്കും
അപ്പൊ പെന്തിക്കോസിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് ചർച്ചിലാണോ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല, ഞാൻ മർത്തോമക്കാരനാണെന്ന് പറയുമ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, മർത്തോമക്കാരനായിക്കൊണ്ട് തന്നെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഈ ബോൺ അഗെയിൻ അല്ലെങ്കിൽ ന്യൂ ബർത്ത് എന്ന് പറയുന്നത് ഏതൊരു ഡിനോമിനേഷനിൽ ചേരുന്നതിന്റെ ഒരു അടയാളമായിട്ട് കാണുന്ന, അത് ഇന്നുമുണ്ട് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകൾ. എന്നാൽ രക്ഷയുടെ ഒരു പുതിയ അനുഭവം, an immediate experience of justification or salvation is called regeneration. അത് ഒരു മനുഷ്യനിൽ പെട്ടെന്ന് വരുന്ന ഒരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവത്തിന്റെ പേരാണ് റീജനറേഷൻ. എന്നാൽ റീജനറേഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിസർവേഷൻ. ഞാൻ യൂദയുടെ ലേഖനം 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ട, പ്രിസർവ്ഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയാം. അതുകൊണ്ട് ഈ ചോദ്യം ഇതാണ്, ഇറ്റ് ടോക്സ് അബൌട്ട് ദി ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. അപ്പൊ ചോദ്യം, അങ്ങനെ ഇത് പ്രിസർവ് ചെയ്യുന്നതാണോ, നമ്മളെ സൂക്ഷിക്കുന്നതാണോ, വീഴാൻ സാധ്യതയില്ലേ? ഇത് പറയുമ്പോഴൊക്കെയും നമ്മൾ ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം, അല്ലെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആരും വായിച്ചട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വളരെയധികം സംശയവും ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്യങ്ങളാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. 6-ാമത്തെ വാക്യത്തിൽ പിന്മാറിപ്പോയാൽ. അപ്പൊ ചോദ്യം ഇതാണ്, അങ്ങനെ എന്റെ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഈ റീജനറേഷൻ ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ടോക്സ് അബൌട്ട് ദി ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. യഥാർത്ഥ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കട്ടെ, യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു ദൈവ പൈതലിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇറ്റേണൽ സാൽവേഷൻ ഈസ് എവർലാസ്റ്റിംഗ്, സാൽവേഷൻ ഈസ് ഇറ്റേണൽ. എന്നാൽ നമ്മൾ പറയില്ല, ഈ റീജനറേഷൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുതിയ ന്യൂ ബർത്ത് ഇൻ സ്പിരിച്വൽ ഹോളി ഹെവൻലി റേം, ഈ ഒരു രീതിയിൽ വീണ്ടെടുക്കപ്പെട്ടതായ റീജനറേറ്റ് ചെയ്യപ്പെട്ട ദൈവജനത്തിന്റെ രക്ഷയെ പ്രിസർവ് ചെയ്യുന്നതായ ഒരു കർത്താവ്. പിന്നെ ഇവിടെ എന്താണ് ഈ പറയുന്നത്? പല ഇന്റർപ്രിട്ടേഷൻസും ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഒരുപക്ഷെ ഈ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞാലും ഇവര് യഥാർത്ഥ വിശ്വാസികളല്ല. അതുകൊണ്ട് they are not talking about believers. The author is talking about unbelievers. അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നതെന്ന് സൂചനയുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ, അതും ഒരു രീതിയിൽ ചിന്തിക്കാൻ പ്രയാസമാണ്. കാരണം വളരെ ക്ലിയർ ആയിട്ട് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു പെരിഫറലായിട്ടുള്ള വിശ്വാസമാണ്, ഉപരിപ്ലവമായ വിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസികളായിരിക്കാം, എന്നാൽ അവർ തങ്ങൾക്ക് പിന്മാറിപ്പോയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെയുള്ളവർ പിന്മാറി പോകാൻ സാധ്യതകൾ, യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്മാറ്റം. ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്ന വാക്ക് അപ്പോസ്റ്റസിയാണ്, വിശ്വാസ ത്യാഗം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്,
ഈ ഭാഗം സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിലേക്ക് വന്നവർ വിശ്വാസ ത്യാഗം ചെയ്ത് വീണ്ടും യഹൂദ മതത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ്. അവരെ കുറിച്ച് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവര്, അവനെ ലോകാപവാദം വരുത്തുന്നവരാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇവിടെ യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചും യാഗത്തിലൂടെ തൻ്റെ മക്കൾക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും പറയുമ്പോൾ ലേഖകൻ പറയുന്നു, വിശ്വാസ ത്യാഗം ചെയ്ത് അപ്പോസ്റ്റസി ചെയ്ത് തിരിച്ച് വീണ്ടും യഹൂദ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയാൽ വീണ്ടും ഒരു യാഗം അവശേഷിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. വീണ്ടും ഒരു യാഗം അവശേഷിക്കുന്നില്ല. ഒരു പഴയ നിയമത്തിലേക്ക് പോയി ആ യഹൂദ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പോയാൽ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു യാഗം അവിടെ ഇല്ല. ഉള്ള യാഗങ്ങളെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. അതിനെക്കുറിച്ചൊക്കെ മറ്റധ്യായങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം സൂചിപ്പിക്കുന്നത് സാൽവേഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ സുപ്പീരിയോറിറ്റിയെ കുറിച്ച് പറയാനും യുണീക്നെസ്സിനെ കുറിച്ച് പറയാനും ഇനി യഹൂദ മതത്തിൽ ഒരു യാഗം അവശേഷിച്ചിട്ടില്ല എന്നും യേശുക്രിസ്തുവിന്റെ യാഗം ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സാധിക്കുന്നതുമല്ല ഒരിക്കലായി എന്നേക്കുള്ള യാഗം, അതിന് എംഫസിസ് കൊടുക്കാനുമായിട്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ രക്ഷയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ചിന്തിക്കേണ്ട പാപമില്ലാത്ത ഒരു പെർഫെക്റ്റ് ഹോളി ലൈഫ് പോസിബിൾ ആണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുമില്ല. അത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം മുതൽ നമ്മൾ പഴയ നിയമത്തിൽ എടുക്കുകയാണെങ്കിൽ സ്വന്തം ഭാര്യയെ പെങ്ങളെന്ന് പറഞ്ഞൊരു കള്ളത്തരം പറഞ്ഞു, ഒരു ദാസ്യ സ്ത്രീയെ ആയ ഹാഗാറിനോടുകൂടെ ശയിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു. അങ്ങനെ പഴയ പിതാക്കന്മാർ മോശയെ കുറിച്ച് എടുക്കുന്ന സമയത്ത് ഒരു മിസ്രൈമിനെ കൊന്നതായ ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലും ഒത്തിരി പാളിച്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ രക്ഷയുടെ സന്തോഷം രക്ഷയുടെ അനുഭവം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവരെല്ലാം ദൈവവചനം ഇനഫ് പ്രൂഫ് തരുന്നത് ഇവരുടെ എല്ലാം നിത്യമായ ജീവിതത്തെക്കുറിച്ച് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 7-ന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തന്നെ ജീവിതത്തിന്റെ ഒരു വാർഫെയറിനെ കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, സാക്ഷ്യ ജീവിതത്തിന്റെ പ്രയാസത്തെക്കുറിച്ച്. റോമർ 7-ന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രയെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും?
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ തന്നെ ഈ രക്ഷയുടെ ജീവിതം നയിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ജീവിതത്തിൽ തന്നെ ഉള്ളതായ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഞാൻ പറയാൻ ശ്രമിച്ചത്, എന്നാൽ ഈ എനിക്കിൽ ദൈവം ദാനമായി തന്ന ഈ രക്ഷ അത് ഇറ്റേണൽ ആണ് എന്ന് ഞാൻ പറയുമ്പോഴും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സാങ്ക്ടിഫിക്കേഷൻ ഡിമാൻഡ്സ് അവർ പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് അപ്പോസ്തലൻ പറയുന്നതിന്റെ കാരണം, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ രക്ഷ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്, എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നത്? അത് ദൈവത്തിന്റെ ദാനമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റിഫിക്കേഷൻ ഈസ് ടോട്ടലി ഫ്രം ദ ലോർഡ്. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ഗോഡ് അലോൺ. എന്നാൽ അതിന്റെ രണ്ടാമത്തെ പ്രോസസ്സ്, the ongoing present continuous process as sanctification demands our participation. എനിക്ക് കൈകെട്ടി നിന്നുകൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താണ് ടെസ്റ്റ്? ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട പൈതൽ വീണുപോയാൽ, ഇപ്പോൾ പൗലോസ് പറഞ്ഞാൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതാ ജഡസ്വഭാവമുള്ള പാപസ്വഭാവമുള്ളതായ പോരാട്ടമുള്ളതായ ഒരു ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നു, ഒരു ജഡത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മൂലം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ നടുവിൽ അല്പം ഒന്ന് വീണുപോയാൽ കുറ്റബോധത്തോടുകൂടെ പാപങ്ങൾ ഏറ്റുപറയുന്നതായ ഒരു അനുഭവം ആത്മാവ് ഉള്ളത്തിൽ തരുമ്പോൾ അതിൻ്റെ പേരാണ് അഷുറൻസ് ഓഫ് സാൽവേഷൻ. ഒരു നിർണയം, ഒരു ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. അപ്പോൾ വീണ് കിടക്കുന്നതല്ല, വീണ് എഴുന്നേൽക്കുന്നതാണ് രക്ഷയുടെ അനുഭവം. അതുകൊണ്ട് ഒരു പാപബോധം തരുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് ദൈവജനമേ, ഞാനിത് എടുത്തു പറയാൻ കാരണം, we should have the assurance of salvation in our heart. ഒരു രക്ഷാ നിർണയം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇത് ഇറ്റേണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ദൈവവചനം നമുക്ക് അനുവാദം തരുന്നില്ല. നിശ്ചയമായും ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ലിവ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ടേക്ക് സ്റ്റെപ്പ് ബൈ ദ സ്പിരിറ്റ്. ആ ദൈവിക പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യാത്ര ചെയ്യുവാൻ, ഒരു റീജനറേറ്റഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ, സ്വർഗരാജ്യത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട്, എത്തിക്സ് ഓഫ് ദ കിങ്ഡം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. സമയം മുൻപോട്ട് പോകുന്നതിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ മുൻപോട്ട് വരികയാണ്. ഗ്ലോറിഫിക്കേഷൻ. I will be saved, the consummation of salvation. അതാണ് അവസാനം. The final step in the application of salvation, the eschatological hope of salvation. അതിന്റെ പേരാണ് ഗ്ലോറിഫിക്കേഷൻ. റോമറിന്റെ 8:30 പല പ്രാവശ്യം നമ്മൾ വായിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 1 പത്രോസ് 1:3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ 1 പത്രോസ് 1:3 മുതലുള്ള വാക്യങ്ങൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 3 വാക്യങ്ങളിൽ
ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ ദ കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ, ദി എസ്കറ്റോളജി ഓഫ് സാൽവേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നു അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അതെങ്ങനെയാണ്? ഇൻ ഹിസ് ഗ്രേറ്റ് മേഴ്സി, കൃപയാൽ, he has given us new birth, അവിടെയും റീജനറേഷൻ, ത്രൂ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ. ഇൻഹെറിറ്റൻസ് ദാറ്റ് ക്യാൻ നെവർ പെരിഷ്, ഒരിക്കലും നഷ്ടപ്പെടുവാൻ കഴിയാത്തതായ ഇൻഹെറിറ്റൻസ്. അവിടെയാണ് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന, അവിടെയും പ്രിസർവേഷൻ ആണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ, kept in heaven through faith, shielded by God's power, salvation to be revealed in the last time, the goal of your faith, the salvation of your souls. ഈ മൂന്ന് കാര്യത്തിൽ ആ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് പറയുകയാണ്. തേജസ്കരണം, ഇത് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടവും ഇല്ലാത്തതുമായ രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിലേക്കും പൂർണ്ണ സന്തോഷത്തിലേക്കും ദൈവ പൈതലിനെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവകൃപ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂദയുടെ ലേഖനത്തിൽ അതിന്റെ അവസാനം 24-ാം വാക്യം 25-ാം വാക്യത്തിലും, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠദാസനിലൂടെ നീ ഞങ്ങളെ കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി സ്തോത്രം. ഒരു രക്ഷാ നിർണയം പ്രാപിച്ചവരായി കർത്താവേ, നിന്റെ വരവിനായി ഒരുങ്ങാൻ, ആ പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവെ, ഞങ്ങൾ എപ്രകാരം ഇവിടെ ആയിരിക്കണമെന്ന് അങ്ങയുടെ ശ്രേഷ്ഠദാസനിലൂടെ നീ കേൾപ്പിച്ചതിനായി സ്തോത്രം. കൂടുതലായി നിന്റെ മകനെ നീ ഉപയോഗിക്കണമേ. അനേകരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ നിന്റെ മകനെ കർത്താവെ നീ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈസിന് മുമ്പിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുമായി വചനം കേട്ട് വചനം ആഴത്തിൽ പഠിക്കുമ്പോ അതിനകത്ത് മുന്നോട്ട് പോകാൻ ദൈവമേ വ്യക്തമായ തീരുമാനത്തോടെ, കാഴ്ചപ്പാടോടെ കർത്താവെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകാൻ ഓരോ മക്കളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. സമ്പൂർണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷം, നന്ദി. നമുക്ക് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. വൈകിട്ട് വിശ്വാസത്താലുള്ള നീതീകരണം സംബന്ധിച്ച് ഈ ക്ലാസ്സിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സാറ് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇന്ന് കടന്നു വന്ന ഈ സെഷനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും നിർബന്ധമായും അതിൽ സംബന്ധിച്ച ആ ഭാഗം കൂടി പൂർത്തീകരിക്കാനായിട്ട് നോക്കണം. തിയോളജിക്കലി വളരെ അല്പം ഹാർഡായിട്ടുള്ള ഒരു വിഷയമാണിത്. പക്ഷെ നമ്മൾ വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷെ അറിയേണ്ടതുപോലെ അറിയില്ല. രക്ഷയെക്കുറിച്ച് അറിയാം, രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരൊക്കെയാണ് നമ്മൾ. പക്ഷെ അതിനെക്കുറിച്ച് ഒരു കൃത്യമായ പഠനവും കൃത്യമായ തിരിച്ചറിവും നമുക്കില്ല. കാരണം ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഓരോരുത്തർ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയമാണ്. സാറിന്റെ ക്ലാസ് അതിലെല്ലാം നമ്മളെ ഒത്തിരി നന്നായിട്ട് ഗൈഡ് ചെയ്തു. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള 2-3 പോയിന്റ്സ് ഉണ്ട്, ഞാനത് പിന്നാലെ പറയാം. പ്രിയ ദൈവമക്കളെ, അതിനകത്ത് വളരെ കൃത്യമായി ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് വലിയവനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിസ്താര ഭയത്താൽ ഞാൻ ചുരുക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഇപ്പോൾ ഈ സെഷൻ പ്രിയപ്പെട്ട ജോൺ സാറ് കർത്തൃപ്രാർത്ഥന ചൊല്ലി ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിയാം. ദെൻ നമുക്ക് വൈകിട്ട് ഒരുമിച്ച് കാണാം. ജോൺ സാറെ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിലമ്പതി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. പരീക്ഷകളിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ടോൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെയാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധ വിശ്വാസവും കർത്താവേ, ഈ സൂമില് പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും പ്രത്യേകമായി നിന്റെ മകനെ ഒരുക്കി അതിനുവേണ്ടി ഞങ്ങൾക്ക് തന്ന നിന്റെ കൃപയ്ക്കും നിന്റെ മകനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ആ രക്ഷാ സന്ദേശങ്ങൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നും എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ കാര്യങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.